ഹായ് വെൽക്കം ബാക്ക് ടു ജി ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ബൈബിൾ വേഴ്സസ് ആൻഡ് ജി കെ ഷെയർ ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബൈബിൾ വേഴ്സസ് വായിക്കാം. റൂത്ത് 4:15. റൂത്ത് 4:15. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിൻ്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. ഹീ വിൽ റിന്യൂ യുവർ ലൈഫ് ആൻഡ് സസ്റ്റെയിൻ യു ഇൻ യുവർ ഓൾഡ് ഏജ്. അപ്പോൾ ഈ ഒരു ബൈബിൾ വേഴ്സസിലൊരു സ്റ്റോറി കണക്ട് ചെയ്യുകയാണെങ്കിൽ, റൂത്ത് നവോമി ബോവാസിന് ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ച് പറയുന്നുണ്ട്. നവോമിയുടെ മരുമകളായ റൂത്ത്, അപ്പോൾ അവരുടെ ഒരു ജേർണി ഓഫ് ലൈഫിൽ അവരുടെ ഈ റൂത്ത് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവരുടെ ഈ ഒരു കഥയിൽ പറയുന്നുണ്ട്, നവോമിയുടെ മകൻ മരിച്ചു പോയി. ഈ ബോവാസൊക്കെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ ഇവരുടെ ട്രഡീഷൻ അനുസരിച്ച്, സിൻസ് റൂത്ത് വാസ് എ വിഡോ, ഹി ഹാഡ് ദ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് കെയർ ഓഫ് റൂത്ത്, അല്ലെങ്കിൽ നവോമിനെ നോക്കാനുള്ളൊരു ഒരു നെക്സ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ പോലെ അടുത്തൊരു ഫാമിലീനെ നോക്കാനുള്ളൊരു ആളെന്ന നിലയ്ക്ക് പുള്ളിയാണ് മുന്നോട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു വീണ്ടെടുപ്പുകാരനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നവോമി അവർക്കുണ്ടായിരുന്ന ഒരു അസറ്റ് വിൽക്കാനുള്ള രീതിയിൽ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അവർക്കുണ്ടായിരുന്നൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു നിലം വിൽക്കാനുള്ള രീതിയിലിരിക്കുമായിരുന്നു. അപ്പോൾ ഈ വീണ്ടെടുപ്പുകാരൻ ശരിക്കും ആ ഒരു വ്യക്തി ആ ഒരു പുള്ളിയുടെ മനസ്സിൽ ശരിക്കും ഇവരെ ഫാമിലീനെ നോക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടായില്ല. പക്ഷേ അസറ്റ് കിട്ടുക, അല്ലെങ്കിൽ വേറൊരു ഇൻറ്റൻഷനിൽ, അതായത് എനിക്ക് ആ പണം കിട്ടുക, അല്ലെങ്കിൽ എനിക്ക് ആ സ്ഥലം കിട്ടണം, അല്ലാതെ ഇവരെ ഫാമിലീനെ നോക്കാൻ, അല്ലെങ്കിൽ റൂത്തിനെ എൻ്റെ ഒരു ഭാര്യയായിട്ട് എടുക്കാനുള്ളൊരു ഉള്ളിൽ പുള്ളി പ്രിപ്പയർഡ് അല്ലായിരുന്നു, അല്ലെങ്കിൽ പുള്ളിയുടെ ഇൻറ്റൻഷൻ അതല്ലായിരുന്നു. പക്ഷേ ദൈവകൃപയാൽ ഈ റിഡീമർ എന്ത് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ വീണ്ടെടുപ്പുകാരൻ എന്ത് ചെയ്താൽ, ഇത് മനസ്സിലായി ബോവാസിനോട് തന്നെ ആ സമയത്ത് അവർ പറയുന്നുണ്ട്, കുറച്ച് ആൾക്കാരെയും കൂടെ കൂട്ടിയിട്ടാണ് ഇവർ ഈ ഡിസ്കഷൻ നടത്തി അവർ എന്താ പറയുക ഫൈനൽ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു 10 മൂപ്പന്മാരെ വരുത്തി, അതായത് 10 സീനിയേഴ്സിനെ വരുത്തി ഇവർ ഡിസ്കസ് ചെയ്ത് അടുത്തൊരു കാര്യത്തിലേക്ക്, വലിയൊരു സംഭവമാണല്ലോ, കാരണം അടുത്തൊരു റൂത്തിനെ നവോമിനെ നോക്കാനുള്ളൊരു ആ ഒരു കുടുംബത്തിലേക്ക് വരുന്ന നെക്സ്റ്റ് ഒരാളാണ്. അപ്പോൾ അവർ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് ഈ വീണ്ടെടുപ്പുകാരൻ്റെ ആറ്റിറ്റ്യൂഡും ഇൻറ്റൻഷനൊക്കെ മനസ്സിലായി. ഇവർ ബോവാസിനെ തന്നെ ഈ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞു, ഓക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ചെരുപ്പ് ഊരി കൊടുക്കുക. അതാണ് അവരുടെ ഒരു ഞാനിതിന് നിന്ന് വിട്ടൊഴിയുകയാണ്, അല്ലെങ്കിൽ ഞാനിതിലേക്കുന്നില്ല, നിങ്ങൾ ഏറ്റവും യു ആർ ഗോയിങ് ടു ബി ഇൻ ചാർജ് എന്നുള്ള രീതിയിലാണ് അതിൽ ഒരു ട്രഡീഷന് പറയുന്നത്. അപ്പോൾ ബോവാസിനോട് തന്നെ പറയണം, ഓക്കെ നീ സ്ഥലം എടുത്തോളൂ, നിനക്കാണ് എന്നേക്കാൾ യോഗ്യത റൂത്തിനെ വിവാഹം ചെയ്ത് നവോമിനെയൊക്കെ നോക്കാനുള്ള യോഗ്യത നിനക്കാണെന്ന് പറഞ്ഞ് ആ ഒരു വലിയൊരു കടമ്പ ഏറ്റെടുക്കുകയാണ് ബോവാസ്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. നവോമി, റൂത്ത്, ബാക്കി എല്ലാ സീനിയേഴ്സ് അവിടെ ഉള്ള സമയത്ത് ആ ഡിസ്കഷനിൽ അവർ ആ ഒരു കാര്യം നിറവേറ്റുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് ആഫ്റ്റർ ദേ ഗോട്ട് മാരീഡ് ദേ വർ ബ്ലെസ്ഡ് വിത്ത് എ സൺ, അതാണ് ഒബേദ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു വാക്യം എത്തുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു വുമൺ ഓഫ് ബേത്ത്ലേഹേം പ്രൈസ്ഡ് ഗോഡ്, ദൈവത്തോട് നന്ദി പറഞ്ഞു. ഇത്രയും ഒരു എന്താ പറയുക, ദൈവമേ ഒരു അലിവ് കാണിച്ച് അവരെ ബ്ലെസ് ചെയ്തു. അവർ അത്രയും സഫറിങ്ങിൽ നിന്ന് അവർക്കൊരു വീണ്ടെടുപ്പ് പോലെ ഉണ്ടായി. അവർക്കൊരു തിരിച്ചൊരു വരവ് തന്ന ഇസ്രായേലിൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രൈസ് ചെയ്യുന്നതാണ് ഈ വചനം. അപ്പോൾ താങ്ക് യു ഫോർ ബീങ് കൈൻഡ് ടു ദാറ്റ് നവോമീസ് ഫാമിലി. ആ ഒരു ദേശത്ത് അത്രയും വിഷമം ഉണ്ടായിരുന്നു. അവരുടെ സാഹചര്യം കടന്നു പോകുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ദൈവം അവരെ തിരിച്ച് നല്ലൊരു സന്തോഷം, അതിൻ്റെ ഇരട്ടി മധുരം കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചാണ് ഈ ഒരു ബൈബിൾ വേഴ്സസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് റൂത്ത് 4:15.
ഇനി നമ്മുടെ അപ്പം അമ്മ ജിക്ക് ഇതിലേക്ക് ഞാൻ ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ മാൻ അല്ലെങ്കിൽ ഹൂ ഇസ് ദ ഫൗണ്ടർ ബിഹൈൻഡ് ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഓരോ ഓരോ ടെക്നോളജിയിലും ഗെയിംസിലും എല്ലാം സയൻസ് എല്ലാത്തിലും ഭയങ്കര ഒരു പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുവാണല്ലോ. ഹൂ ഇസ് എ ഫൗണ്ടർ ബിഹൈൻഡ് ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ജോൺ മക്കാർത്തി. ജോൺ മക്കാർത്തി എന്ന് പറഞ്ഞ ആളാണ് ഫസ്റ്റ് ആഫ്റ്റർ ഈ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ വന്ന് ഈ AI ഒരു ടെക്നോളജിയിലേക്ക് കാണിച്ച്, അല്ലെങ്കിൽ AI ടെക്നോളജിയിലേക്ക് ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ കാണിച്ച് തന്ന വ്യക്തി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ബൈബിൾ വേഴ്സസ് വായിക്കുക. നിങ്ങൾക്ക് GK ഇത് വാല്യുബിൾ ആണെന്ന് വിചാരിക്കുന്നു. സോ ഗോഡ് ബ്ലെസ് യു.